ജിൻഡോനെ ഒരു കോമാളിയാക്കിക്കൊണ്ടാണ് സിബിൻ കളിക്കുന്നത്. അത് ജിൻഡോ പോലും അറിയുന്നില്ല. പാവയ്ക്ക് കീ കൊടുക്കുന്ന പോലെയാണ് ജിൻഡോയ്ക്ക് കീ കൊടുത്ത് സിബിൻ വിടുന്നത്. ജിൻഡോയെക്കുറിച്ചും സിബിനെ കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജാസ്മിൻ. ജാസ്മിൻ പറയുന്നതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അഭിഷേകിനോടാണ് ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. ജാസ്മിൻ പറയുന്നുണ്ട്, സിബിൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. എന്തിനു വേണ്ടിയും എന്ത് വില കൊടുത്തും എന്ത് ചെറ്റത്തരം കാണിച്ചും ഒരു മനസാക്ഷി ഇല്ലാതെയും എങ്ങനെയും കളിച്ച് വിജയിക്കാൻ നോക്കുന്ന ഒരു ആളാണ് സിബിൻ. അങ്ങനെ ഒരു അടിപൊളി പ്ലെയർ ആണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ല പ്ലെയേഴ്സ് ആണ്. ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് ജിൻഡോ. ജിൻഡോനെ കോമാളിയാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് സിബിൻ. അത് ജിൻഡോ പോലും മനസ്സിലാക്കുന്നില്ല. ജിൻഡോ എന്തു പറഞ്ഞാലും എന്ത് പോഴത്തരം പറഞ്ഞാലും ചുമ്മാ സിബിൻ അവിടെ ഇരുന്ന് ചിരിക്കും. ജിൻഡോനെ സപ്പോർട്ട് ചെയ്യും. ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സിബിൻ വരുത്തി തീർക്കുകയാണ്. ജിൻഡോയുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന്. എന്ത് വൃത്തികേട് പറഞ്ഞാലും അയാൾ എന്ത് വൃത്തികെട്ട കാര്യം ചെയ്താലും ജിൻഡോനെ വെറുതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് സിബിൻ. ഒരാവശ്യവുമില്ല. പക്ഷേ ജിൻഡോയുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം നേടിയെടുക്കാനാണ്, ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അങ്ങനെ കോമാളിത്തരം കാണിച്ച് അവസാനം ജിൻഡോ വലിയ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടും. ആ ഒരു സമയത്ത് ജനങ്ങൾ ജിൻഡോനെ തഴയും. സിബിൻ കയറി രാജാവാകും. ഇപ്പോഴും നിലവിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോനെ ഒരു കോമാളിയാക്കിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് സിബിൻ തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ അത് ആ ബിഗ് ബോസ് വീടിന്റെ അകത്തിരുന്ന് മനസ്സിലാക്കി എന്നുള്ളത് ജാസ്മിന്റെ ഒരു ബ്രില്യൻസ് ആണ് കേട്ടോ. എല്ലാവരുടെയും ഗെയിം നമുക്ക് ഒരുമിച്ച് കണ്ടുകൊണ്ട് ഓരോ ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ അതിനകത്തിരുന്നു അവരുടെ ഓരോരുത്തരുടെയും ഗെയിം പ്ലാൻ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ജാസ്മിൻ വളരെ കൃത്യമായിട്ട് തന്നെ സിബിനെ ഇത്രയും ദിവസം കൊണ്ട് തന്നെ പഠിച്ചിരിക്കുകയാണ്. സിബിൻ കൃത്യമായി എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ ഒരു ഓഡിയൻസിന്റെ ഒരു റിയാക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു യൂട്യൂബ് പോൾ എടുത്താലും സിബിനും ജിൻഡോയുടെയും ഒരു പോൾ എടുത്തു കഴിഞ്ഞാൽ സിബിനാണ് അവിടെ വോട്ട് കൂടുതൽ, സിബിനാണ് അവിടെ ഫാൻസ് കൂടുതലായിട്ട് കാണിക്കുന്നത്. സിബിൻ ജിൻഡോനെ പയ്യെ വെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അത് ജാസ്മിന് മനസ്സിലായി. പക്ഷേ ഇനി എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ജിൻഡോ അത്രയ്ക്ക് നിസാരക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. ആദ്യം എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. വന്നപ്പോൾ തന്നെ മണ്ടൻ എന്ന് മുദ്ര കുത്തിയ ആൾ തന്നെയാണ് ജിൻഡോ. ആ ജിൻഡോയാണ് വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപേ വരെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇതൊരു മാറ്റം വന്നിട്ടൊന്നുമില്ല. കഴിഞ്ഞ ഒരാഴ്ചയിൽ സിബിന്റെ ഗെയിം കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സിബിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയതാവാം. ജിൻഡോ വിട്ടു കൊടുക്കുന്നില്ല എന്നതിനൊരു ഉദാഹരണമുണ്ട്. ഇന്നലത്തെ ഒരു ടാസ്കിൽ ജിൻഡോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സിബിൻ പോയിരുന്നു. ഒരു കാരണവശാലും ഡെൻ ടീം ജയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തന്ത്രം പറയാനായിട്ട് സിബിൻ ജിൻഡോയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ജിൻഡോണ്ണ, നമ്മൾ എന്ത് വില കൊടുത്തും അവരെ തോപ്പിക്കണം, അവർ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ജിൻഡോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ അവിടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് സിബിനെ ഇട്ടുകൊടുത്തു. ജിൻഡോ ഇങ്ങനെയാണ് പറഞ്ഞത്, സിബിനെ, ഇത് ജനങ്ങൾ കാണുന്ന പരിപാടിയാണ്, ഫെയർ ആയിട്ടേ നിൽക്കത്തുള്ളൂ. ഞാൻ ആരുടെ ഭാഗത്താണ് ന്യായം അവരുടെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ. ഇതൊരു സ്പോർട്സ് ഗെയിമാണ്. ഞാൻ പുറത്തെയും ഒരു ജഡ്ജ് തന്നെയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഫെയർ ആയിട്ടേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിലേക്ക് സിബിനെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സിബിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും പറയാനും പറ്റത്തില്ല. കാരണം ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സിബിന് മറിച്ചൊരു കാര്യം പറയാൻ പറ്റത്തില്ല. കാരണം സിബിന് എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവായി പോകും അത്. അതുകൊണ്ട് സിബിൻ നൈസായിട്ടൊന്ന് ജിൻഡോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴും ജിൻഡോ അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോ അത്രയ്ക്ക് നിസ്സാരക്കാരനായിട്ടുള്ള ഒരു പ്ലെയർ ഒന്നുമല്ല. ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ശരി തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൂടി വരുന്നത് സിബിന് തന്നെയാണ്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉടനെ ഉണ്ടാകുമായിരിക്കണം. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. സിബിൻ ജിൻഡോ ഇവരിൽ ഒരു നേർക്കുനേർ ഒരു പോരാട്ടം വന്നു കഴിഞ്ഞാൽ ആരാവും വിജയിക്കുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.